ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ഇതോടുകൂടി സംഖ്യാപുസ്തകത്തിൽ നിന്നുള്ള നമ്മുടെ പഠനം അവസാനിപ്പിക്കുകയാണ്. ഇത് അവസാനത്തെ ലെസനായിരിക്കും. സംഖ്യാപുസ്തകവും പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാന ഭാഗവും വായിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. പുറപ്പാട് പുസ്തകത്തിൽ നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് സംഖ്യാപുസ്തകം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അതിനിടയ്ക്ക് ലേവ്യ പുസ്തകമില്ലേ? ഉണ്ട്, ശരിയാണ്, ലേവ്യ പുസ്തകം ഉണ്ടെങ്കിലും ലേവ്യ പുസ്തകത്തിൽ അധികമായ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഒരു മാസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളെ ലേവ്യ പുസ്തകത്തിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംഖ്യാപുസ്തകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ലേവ്യ പുസ്തകത്തിൽ യാഗങ്ങളെക്കുറിച്ചും ഉത്സവങ്ങളെക്കുറിച്ചും സാമൂഹിക നിയമങ്ങളെക്കുറിച്ചുമുള്ള കൽപ്പനകൾ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അവിടെ അധിക കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ സംഖ്യാപുസ്തകത്തിൽ അങ്ങനെയല്ല. ദൈവം പല കൽപ്പനകളും നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പല സംഭവങ്ങൾ നടന്നതും ഈ പുസ്തകത്തിൽ നാം കാണുന്നു. സംഖ്യാപുസ്തകത്തെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തരംതിരിക്കാം. 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വരെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കരുതുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം കാണുന്നത്. അവരുടെ താമസം, അവരുടെ ആരാധന, ഓരോരുത്തർക്കും ആരാധനയിലുള്ള പങ്ക് അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെയാണ് ദൈവം ഈ 1-ാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 2-ാമത്തെ ഭാഗം, അതായത് 10-ാം അധ്യായം 11 മുതൽ 21-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ കരുതലല്ല, മറിച്ച് ദൈവത്തിൻ്റെ ക്ഷമയാണ് കാണുന്നത്. കാരണം അവിടെ ഇസ്രായേൽ മക്കൾ പരാജയപ്പെട്ടു, ആത്മീയമായി പരാജയപ്പെട്ടു. അവർ അനുസരണക്കേട് കാണിച്ചു, മത്സരിച്ചു, ദൈവത്തിനെതിരെ പെറുപെറുത്തു, ദൈവത്തിൻ്റെ നല്ല ഉദ്ദേശങ്ങളെ അവർ സംശയിച്ചു. അതിൻ്റെ ഫലമായി അവർക്ക് പരാജയമുണ്ടായി, അവർക്ക് ശിക്ഷയുണ്ടായി, അവർക്ക് ബലഹീനതയും ഉണ്ടായി. എന്നാൽ ഇവിടെ ദൈവം അവരെ ശിക്ഷിച്ചു. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ മുഴുവൻ നശിപ്പിക്കാം, നിന്നെ ഒരു ജാതിയാക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവം അത് ചെയ്തില്ല. അതേസമയം തെറ്റ് ചെയ്ത ആളുകളെ ദൈവം ശിക്ഷിക്കുകയും ചെയ്തു. ദൈവം അത് പറഞ്ഞു, പാപം ചെയ്യുന്നവനെ ഞാൻ ശിക്ഷിക്കും. ദൈവം ചെയ്തത് ഒരു ദിവസം കൊണ്ട് അവരെ ശിക്ഷിച്ചില്ല, മറിച്ച് ഒരു 39 വർഷങ്ങൾ കൊണ്ട് അവരെ ശിക്ഷിച്ചു. തെറ്റ് ചെയ്ത, ദൈവത്തോട് മത്സരിച്ച ആ തലമുറ മുഴുവൻ മരുഭൂമിയിൽ വീഴുവാൻ ഇടയായി. എങ്കിലും ദൈവം ഇസ്രായേൽ മക്കളോട്, പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ദൈവം പാലിച്ചു. അവർ അനുസരണക്കേട് കാണിച്ചെങ്കിലും ഇസ്രായേൽ മക്കളെ ദൈവം വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ അവിടെ കാണാം. ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ദൈവം പാപം ചെയ്തവരെ ശിക്ഷിച്ചു, എന്നാൽ വിശ്വസ്തരായവരെ ദൈവം അവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. ഇനി 22 മുതൽ 36 വരെയുള്ള അധ്യായങ്ങളിൽ ഈ അനുസരണക്കേട് കാണിച്ച ജനത്തെ ദൈവം എങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും അവരുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റി അല്ലെങ്കിൽ നിറവേറ്റുവാൻ താൻ എത്രയധികം ഉത്സുകനായിരുന്നു എന്ന കാര്യം നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. മനുഷ്യരുടെ അവിശ്വാസം ഈ പുസ്തകത്തിൽ കാണാം. എന്നാൽ അതോടൊപ്പം ദൈവത്തിൻ്റെ വിശ്വസ്തതയും കാണാം. മനുഷ്യരുടെ അവിശ്വാസം അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ അവിശ്വാസത്തിന് പ്രധാനമായ 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതി. അവർ വാസ്തവത്തിൽ ദൈവത്തെ കണ്ട് ദൈവത്തെ വിശ്വസിച്ച് വന്നവരല്ല. അവർ പെറുപെറുക്കുവാനോ അവിശ്വസിക്കുവാനും തുടങ്ങി. അവരുടെ പെറുപെറുപ്പും അവിശ്വാസവും മറ്റ് ഇസ്രായേൽ മക്കളെയും സ്വാധീനിച്ചു. ഇനി മറ്റൊരു കാര്യം, ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ഉദ്ദേശം ശുദ്ധമല്ലായിരുന്നു. അവർക്ക് സമ്മിശ്രമായ ഒരു ഉദ്ദേശമാണ് ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം വേണം, അതേസമയം ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുവാനോ വിശ്വസിക്കുവാനോ അവർക്ക് മനസ്സുമില്ല.
അപ്പോൾ അവരുടെ ഉദ്ദേശവും ഒരു ഉദ്ദേശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് പലതരത്തിലുള്ള ഉദ്ദേശങ്ങളായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടതായും വന്നു. ഇനി മറ്റൊരു കാര്യം, നമ്മൾ സംഖ്യാപുസ്തകം മുഴുവൻ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ഈ 3 പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. കാരണം ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, അവർ ചെയ്ത അവിശ്വസ്തത, അവരുടെ വിശ്വാസക്കുറവ്, അനുസരണക്കേട്, ഇതെല്ലാം ഉണ്ടായത് നമുക്ക് ഒരു മുന്നറിയിപ്പായിട്ടാണ്. അതുകൊണ്ട് ഈ പുസ്തകങ്ങളിലെ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ അവസാനം നാം 1 കൊരിന്ത്യർ 10-ാം അധ്യായം കൂടി ഒന്ന് വായിക്കണം. സംഖ്യാപുസ്തകം മരണത്തിൻ്റെ പുസ്തകമാണ്. 2 ജനസംഖ്യാ കണക്കെടുപ്പുകളുണ്ട്. ഒന്നേ ദൈവം ഉദ്ദേശിച്ചിരുന്നുള്ളൂ, പക്ഷേ 2 പ്രാവശ്യം എടുക്കേണ്ടി വന്നു. കാരണം ഇത്രയും സമയം ചെലവഴിക്കേണ്ടി വന്നതുകൊണ്ട് 1-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും ജനസംഖ്യാ കണക്കെടുപ്പുണ്ട്. 2ാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ സമയത്ത് അവരുടെ എണ്ണം കുറയുകയാണ് ചെയ്തത്. 40 വർഷം കൊണ്ട് ഇന്ത്യയുടെ ജനസംഖ്യ ഇരട്ടിയായി. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ ഒട്ടും കൂടിയില്ലെന്ന് മാത്രമല്ല, കുറയുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം ലക്ഷക്കണക്കിന് ആളുകൾ മരുഭൂമിയിൽ മരിച്ചു വീണു. അപ്പം മരണത്തിൻ്റെ പുസ്തകമാണ്. സാധാരണക്കാർ മാത്രമല്ല മരിച്ചത്. അഹരോൻ മരിച്ചു, മിരിയാം മരിച്ചു, പിന്നെ ആ ദൈവത്തോട് മത്സരിച്ച ആ ഒരു തലമുറ മുഴുവൻ മരിച്ചു. കോരഹ്, നാദാൻ, അബീഹു അവർ കൊല്ലപ്പെട്ടു. കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയ 12 ഒറ്റുകാരിൽ 10 പേരും കൊല്ലപ്പെട്ടു. എന്നാൽ വിശ്വസ്തരായിരുന്നവരെ ദൈവം സംരക്ഷിച്ചു. കാലേബും യോശുവയും സർവൈവ് ചെയ്തു, അവർ മരിച്ചില്ല. ഇത് മത്സരത്തിൻ്റെ പുസ്തകമാണ്. ഞാൻ അവരുടെ പേരുകൾ പറഞ്ഞല്ലോ. ദൈവത്തോട് മത്സരിച്ച ആളുകൾ, പലതരത്തിൽ ദൈവത്തോട് മത്സരിച്ചവർ. സംഖ്യാപുസ്തകം കാലതാമസത്തിൻ്റെ കൂടി പുസ്തകമാണ്. 2 ആഴ്ച കൊണ്ട് വാഗ്ദത്ത നാട്ടിൽ ചെല്ലാമായിരുന്ന ഇസ്രായേൽ മക്കൾ 40 വർഷങ്ങൾ മരുഭൂമിയിൽ കറങ്ങി നടക്കേണ്ടി വന്നു. ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം മോശയാണ്. മോശയുടെ വിശ്വസ്തത, മോശയും ദൈവവുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇതൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാമെങ്കിലും മോശ തൻ്റെ ദീർഘക്ഷമ ഒരു സമയത്ത് ഉപേക്ഷിച്ച് കോപിച്ച് പാറയെ അടിച്ചതായും വായിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം മോശ അനുഭവിക്കേണ്ടതായും വന്നു. മിരിയാം, അഹരോൻ തുടങ്ങിയവരുടെ കാര്യം നാം ഇവിടെ വായിക്കുന്നുണ്ട്. മിരിയമും അഹരോനും മോശയ്ക്കെതിരെ പിറുപിറുത്തു. അതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടി വന്നു. ഇസ്രായേൽ മക്കൾക്ക് 1 ആഴ്ചത്തെ താമസമുണ്ടായി. അവർ 2 പേരും മരിക്കുന്ന കാര്യവും ഈ പുസ്തകത്തിൽ പറയുന്നു. പിന്നെ ദൈവത്തിൻ്റെ നേതൃത്വത്തിനെതിരെ മത്സരിച്ച് ഭൂമി വായ് പിളർന്ന് വിഴുങ്ങിക്കളഞ്ഞവർ, തീ പുറപ്പെട്ട് ദൈവം നശിപ്പിച്ചവർ, അവരൊക്കെ ഈ സംഖ്യാപുസ്തകത്തിലുണ്ട്. സംഖ്യാപുസ്തകത്തിലെ വളരെ വിചിത്രമായൊരു കഥാപാത്രമാണ് ബലയാം. ഇസ്രായേൽ മക്കളെ ശപിക്കുവാൻ വന്നപ്പോഴാണ് ദൈവം ഇസ്രായേൽ മക്കളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ബലയാമിനും അന്യജാതിക്കാരനായ ബാലാക്ക് എന്ന രാജാവിനും മനസ്സിലായത്. ഈ പരാജയങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതി എന്നാണ് വിളിച്ചത്. സംഖ്യാപുസ്തകത്തിൻ്റെ അവസാനം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവർക്ക് ചില വിജയങ്ങൾ കൊടുത്തു, ചില ദേശം അവർക്ക് അവകാശമായി കൊടുത്തു. സംഖ്യാപുസ്തകത്തിൽ പഴയ തലമുറയോട് ദൈവത്തിൻ്റെ കൽപ്പനകൾ മോശ പറഞ്ഞുവെങ്കിൽ ഈ പുസ്തകത്തിൽ നാം കാണുന്നത് അതിൻ്റെ അവസാനം പുതിയ തലമുറയോടും ദൈവം തൻ്റെ കൽപ്പനകൾ നൽകുന്നത് കാണാം. അപ്രതീക്ഷിതമായ ചില വിജയങ്ങൾ കൂടി ഉണ്ടായ പുസ്തകമാണിത്. മോവാബിനെതിരെ, അതുപോലെ സീഹോൻ എന്ന രാജാവിനെതിരെ, ഓഗ് എന്ന രാജാവിനെതിരെ ഒക്കെ അപ്രതീക്ഷിത വിജയവും കൊടുത്തിരിക്കുന്ന ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം തൻ്റെ മക്കളോട് വാഗ്ദത്തം ചെയ്ത കാര്യം താൻ നടപ്പാക്കി. അതിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും വലിയ പ്രതിബന്ധം ദൈവം അനുഗ്രഹിക്കുവാൻ ഉദ്ദേശിച്ച ആളുകളുടെ അവിശ്വാസവും അനുസരണക്കേടുമായിരുന്നു. അവിശ്വാസവും അനുസരണക്കേടും കാണിച്ചവർ അതിൻ്റെ പ്രത്യാഘാതം നേരിട്ടു. എങ്കിലും ദൈവം ആത്യന്തികമായി താൻ
വാഗ്ദത്തം ചെയ്ത കാര്യം നിറവേറ്റി. അതാണ് സംഖ്യാപുസ്തകത്തിൻ്റെ ആകത്തുക. ഈ പഠനം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.